സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നടത്തുന്ന OP ബഹിഷ്കരണ സമരം 10ാം ദിനത്തിൽ. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചിട്ട് 7 ദിവസവും പിന്നിടുകയാണ്. അതിനിടെ സമരം ചെയ്യുന്ന ഡോക്ടർമാരുമായി സർക്കാർ നാളെ ചർച്ച നടത്തും. ആരോഗ്യമന്ത്രി വീണ ജോർജും ധനമന്ത്രി KN ബാലഗോപാലുമാണ് ചർച്ച നടത്തുക. ആന്റണി ജിസ്റ്റർ ചേരുന്നു വിവരങ്ങളുമായി. ആന്റണി, ഈ ഒരു ഡോക്ടർമാരുടെ സമരം 10ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരം 10 ദിവസങ്ങൾ പിന്നിടുകയാണ്. നമുക്കറിയാവുന്നതുപോലെ OP പൂർണ്ണമായും ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരമാണ് ഡോക്ടർമാർ നടത്തുന്നത്. നിലവിൽ PG ഡോക്ടർമാർ മാത്രമാണ് OP സേവനത്തിന് ഉള്ളത്. അതേസമയം IP-യും അതുപോലെ തന്നെ അടിയന്തര ശസ്ത്രക്രിയകളും അടക്കം ഡോക്ടർമാർ നടത്തുന്നുണ്ട്. തീവ്രപരിചരണ വിഭാഗത്തിലടക്കം ഡോക്ടർമാരുണ്ട്. പക്ഷേ ഈ OP നിരവധി പേർ ആശ്രയിക്കുന്നത് OP-യെയാണ്. അവിടെ വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു അഭാവം വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലരും ഡോക്ടർമാരെയൊക്കെ കാണാൻ വേണ്ടി വന്നിട്ട് മടങ്ങിപ്പോകുന്ന കാഴ്ചയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലൊരു പ്രതിസന്ധി ഇപ്പോൾ ഈ ആരോഗ്യ മേഖലയിൽ നിൽക്കുന്നുണ്ട്, മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേകിച്ച്. കാരണം വിദഗ്ധരായ ഡോക്ടർമാരാണ് സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് മാറി നിൽക്കുന്നത് കഴിഞ്ഞ 10 ദിവസങ്ങളായി. അതുകൊണ്ട് തന്നെ ഈ സമരം തീർക്കാനുള്ള ഒരു നടപടി അത് ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും അതിൻ്റെ ഭാഗമായി ഇപ്പോൾ വീണ്ടും ഒരു ചർച്ച കൂടി നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ ഈ ധനമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും ഈ സമരക്കാരുമായി KGM-CTA കേരള മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷനുമായി ചർച്ച നടത്താൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ച സമവായം എത്താതെ പിരിയുകയാണ് ചെയ്തത്. ഏതായാലും 10 ദിവസങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ സമരവും തുടർന്ന് പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമരം അവസാനിപ്പിക്കാനുള്ളൊരു നീക്കമാണ് നടത്തുന്നത്. ഡോക്ടർമാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അത് എത്രയും വേഗം നൽകുക, മാത്രമല്ല കൂടുതൽ തസ്തികകൾ മെഡിക്കൽ കോളേജുകളിൽ സൃഷ്ടിക്കുക എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഡോക്ടർമാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യങ്ങളിൽ തീരുമാനമാകാതെ പിന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർമാർ, ഈ KGM-CTA ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ സർക്കാർ എടുക്കുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ധനമന്ത്രി അടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. ഏതായാലും നാളെ നടക്കുന്ന ചർച്ചയിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ്. കാരണം OP-യിൽ PG ഡോക്ടർമാർ മാത്രമാണ് നിലവിലുള്ളത്. ഈ ഡോക്ടർമാരെ കാണാനായി മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തുന്ന രോഗികൾക്ക് നിരാശയോടെ പലപ്പോഴും മടങ്ങേണ്ട, അതായത് വിദഗ്ധരായ ഡോക്ടറെയൊക്കെ ഈ റെഫർ ചെയ്തൊക്കെ ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടി ആശുപത്രികളിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. അവർക്ക് പക്ഷേ നിരാശയോടെ മടങ്ങേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. 10 ദിവസങ്ങളായി ഇപ്പോൾ ഈ ഡോക്ടർമാരുടെ സമരം, OP ബഹിഷ്കരണ സമരം. അതുപോലെ തന്നെ അടിയന്തര അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചിട്ടും 7 ദിവസങ്ങൾ പിന്നിടുകയാണ്. സ്വാഭാവികമായും ഇത്തരത്തിൽ ശസ്ത്രക്രിയകൾ നിർത്തിവെക്കുമ്പോൾ ഇനി അതൊരു കൂടുതൽ പെൻഡിങ് ആകുന്ന, അല്ലെങ്കിൽ കൂടുതൽ നിന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതായത് ഇന്ന് നടത്തേണ്ട ശസ്ത്രക്രിയ ഇന്ന് നിർത്തിവെച്ചാൽ അത് നാളത്തേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും അതിന് പിന്നാലെ വരുന്ന ശസ്ത്രക്രിയകളെയൊക്കെ അത് ബാധിക്കും. അത് കൂടുതൽ കാലതാമസത്തിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യവും കൂടിയുണ്ട്. അത്തരത്തിൽ ഒരു പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ഏതായാലും ഡോക്ടർമാരുമായുള്ള ചർച്ച നാളെ നടക്കും. നാളെ ഈ ചർച്ചയിൽ ഒരു സമവായം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് KGM-CTA. നമുക്കറിയാവുന്ന പോലെ നേരത്തെ അവർ പലകുറി സമരം നടത്തിയിരുന്നു. ഒരു സൂചനാ സമരമടക്കം നടത്തിയ ശേഷമാണ് അനിശ്ചിതകാല OP ബഹിഷ്കരണത്തിലേക്കടക്കം കടക്കുകയും ചെയ്തത്. ഏതായാലും നാളെ ഇതുമായി ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ ധനമന്ത്രിയും ചർച്ച നടത്തും.